ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ വീണ്ടും നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ നമ്മളിന്ന് വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ചിക്കൻ മക്രോണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് പാസ്ത തന്നെയാണ്, മസാല വെച്ചിട്ട് നമ്മൾ ചിക്കനും കൂടെ ആഡ് ചെയ്തിട്ട് ചിക്കൻ പാസ്തയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന പാസ്തയാണ് നമ്മൾ മക്രോണി. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ഇത് നമ്മൾ എടുക്കുന്ന എത്രയാണെന്ന് വെച്ചാൽ ഇപ്പം 2 പേർക്കുള്ളതാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ചിക്കൻ പീസസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ചെറുതാക്കി കട്ട് ചെയ്തതാണ് കേട്ടോ ഇത്. അപ്പം ഇത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചു. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നമ്മൾ ചെറുതാക്കി അരിഞ്ഞൊന്ന് ചതച്ചായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതായത് ആദ്യം നമ്മൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം, അതിന് വേണ്ടിയുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം വെളുത്തുള്ളി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് ചിക്കൻ മസാല, ഇതെല്ലാം നമ്മൾ ആവശ്യത്തിന് മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്. ചിക്കൻ മസാലയും കൂടെ നമ്മൾ ആഡ് ചെയ്തു. ഇനി നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുവാണ്. ഉപ്പ് നീരായിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്കിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം നമ്മളൊന്ന് മാറ്റി വെക്കും, ഒരു 10-15 മിനിറ്റ്. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മളിവിടെ മക്രോണി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ഈസ്റ്റേണിൻ്റെ മക്രോണി പാസ്തയാണ്. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള പരിപാടിയാണ് ആദ്യം നോക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 പേർക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം കഴിക്കാൻ ഉള്ള ഒരു വോളിയമിലാണ് നമ്മൾ എടുക്കുന്നത്. അത്രയും എമൗണ്ടിന് നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുക്കറിലിട്ടു. ഇനി ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് അതിനുശേഷം നമ്മൾ കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഒരു മഞ്ഞൾപ്പൊടി ഇച്ചിരി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്കും. അപ്പോൾ ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മളിനി കുറച്ച് കാര്യങ്ങൾ നമ്മൾ അരിഞ്ഞെടുക്കുകയാണ്. നമുക്ക് ഈ ഒരു പാസ്തയിൽ ആഡ് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ക്യാരറ്റും സവാളയും നമ്മളിവിടെ എടുത്തു വെച്ചു. അപ്പോൾ നമ്മുടെ മക്രോണി പാസ്ത ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചെടുത്തതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ സവാളയും ക്യാരറ്റും ഒക്കെ ഈ രീതിയിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള നമ്മൾ ഇച്ചിരി നീളത്തിലാണ്, പിന്നെ ക്യാരറ്റും വളരെ ചെറിയ ഒരു ഇതായിട്ടാണ്, പീസായിട്ടാണ് നമ്മൾ അരിഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതും നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ പരിപാടിയൊക്കെ തുടങ്ങാൻ പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമുക്കിത് ഉണ്ടാക്കി എടുക്കാനായിട്ടുള്ള ഒരു പാൻ നമ്മൾ വെച്ച് കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ നമ്മൾ ഇങ്ങനെ കുറച്ച് സമയം നമ്മൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അപ്പോൾ ആ ചിക്കൻ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ നമ്മൾ ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് ഷാലോ ഫ്രൈ ചെയ്യുവാണ്. അപ്പോൾ അതൊന്ന് ചെറിയ രീതിയിൽ അങ്ങനെ ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ക്യാരറ്റും ഒക്കെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിട്ട് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മളിതൊന്ന് അടച്ചു വെക്കുവാണ്. ഒന്ന് ചെറിയ രീതിയിൽ സവാളയൊക്കെ വഴണ്ട് വരട്ടെ. അപ്പം
അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി മുട്ട ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു എഗ്ഗ് അത് ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. നമ്മളൊരു എഗ്ഗ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാനാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഒന്ന് സൈഡിലോട്ടാക്കി നമ്മൾ നടുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം നമ്മൾ മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുവാണ്. അപ്പോൾ എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് നമ്മൾ അതുമായിട്ട് പിന്നെ ബാക്കിയെല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്യുവാണ്. അപ്പോൾ ഏകദേശം ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിനിയും വേവിച്ച് വെച്ചിരിക്കുന്ന മക്രോണി പാസ്ത നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മളിനിയും കുറച്ച് ടൊമാറ്റോ സോസ് കെച്ചപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് അത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റിൽ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പൊക്കെ ഈ സമയത്ത് നമുക്ക് നോക്കിയിട്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു രാത്രിയിലത്തേക്ക് കഴിക്കാനോ അല്ലെങ്കിൽ ഒരു 4 മണി ആ സമയത്തൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളതാണ് ചിക്കൻ മക്രോണി. അപ്പോൾ ചിക്കനൊക്കെ മേടിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ബോൺലെസ് ആയിട്ടുള്ള പീസ് ഇങ്ങനെ മാറ്റി വെക്കുവാണെങ്കിൽ നമുക്കിതൊക്കെ ഉണ്ടാക്കി നമുക്ക് കഴിക്കാം. അപ്പം ഭയങ്കര ടേസ്റ്റ് അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്യണം. വീണ്ടും നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ അതുവരെയും ബൈ.